വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഷൈൻ ടോം ചാക്കോ 10:30 എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് സെൻട്രൽ ACP ജയകുമാർ അറിയിച്ചിരിക്കുകയാണ്. ഷൈനിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ആരായണമെന്ന് സംബന്ധിച്ചും പോലീസ് മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് കുറച്ച് സമയം ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം 3 മണിക്കായിരിക്കും ഷൈൻ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകുക എന്നതായിരുന്നു ഷൈനിന്റെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കൃത്യം 10:30 തന്നെ നടൻ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് തന്നെയാണല്ലേ? ദേവിക, അങ്ങനെയാണ് ഇപ്പോൾ ACP വ്യക്തമാക്കിയത്. ACPക്ക് അത്തരത്തിൽ അറിയിപ്പ് ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തുതന്നെയായാലും ഇന്നലെ പറഞ്ഞിരുന്നത് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കൂ എന്നതാണ്. കാരണം സംസ്ഥാനത്തിന് പുറത്താണ്, അവിടെ നിന്ന് ഓടി വരാൻ സമയം വേണം. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഹാജരാകാം എന്നതാണ് അറിയിച്ചിരുന്നത്. ഇവർ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു രാവിലെ 10 മണിക്ക് ഹാജരാകണമെന്നതായിരുന്നു. എന്നാൽ അതിന് ഇപ്പോൾ 10:30ക്കും 11നും ഇടയ്ക്ക് ഇവിടെ എത്തിച്ചേരുമെന്നത് അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെ എത്തിച്ചേർന്നാൽ ചോദിക്കേണ്ട ചോദ്യാവലി സംബന്ധിച്ചും എല്ലാം തന്നെ കൃത്യമായ ഒരു ധാരണയിലാണ് അന്വേഷണ സംഘമുള്ളത്. സെൻട്രൽ ACP ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ കുറേ ദിവസമായി ഷൈൻ ടോം ചാക്കോ ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അവരുടെ നിരീക്ഷണത്തിലെ കണ്ടെത്തൽ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തടക്കം ചെയ്ത യാത്രകൾ, ഫോൺ കോൾ വിവരങ്ങൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലും ചോദ്യം ചെയ്യലുണ്ടാവും. അതോടൊപ്പം തന്നെയാണ് സമാന രീതിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ പിടികൂടിയവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ ചോദിച്ചറിയാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ രക്തസാമ്പിളുകൾ അടക്കം പരിശോധനയ്ക്ക് എടുക്കുമോ എന്നതും നോക്കിക്കാണേണ്ടതാണ്. അങ്ങനെ എടുത്താൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാസലഹരിയോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തുമോ, ആ ഒരു ആശങ്കയാണ് പ്രധാനമായും നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നാളെ ഈസ്റ്റർ ദിനമാണ്. ഈസ്റ്റർ ആഘോഷങ്ങൾ മാനസിക സംഘർഷമില്ലാതെ ആഘോഷിക്കാം എന്ന ഒരു കണക്കുകൂട്ടൽ കൂടി ഇപ്പോൾ അടിയന്തരമായി ഹാജരാവുന്നതിൽ പിന്നിലുണ്ട് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന് നിയമോപദേശം അടക്കം തേടി അവരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഷൈൻ ടോം ചാക്കോ ഇത് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത്. അതിൽ ഇപ്പോൾ ACP അറിയിച്ചിരിക്കുന്ന, ഇല്ലെങ്കിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം 10:30 10:00ക്കും 11നും ഇടയിലായി നോർത്ത് സ്റ്റേഷനിൽ, എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകും എന്നത് തന്നെയാണ്. ദേവിക. ശരി സുധീഷ്, ആദ്യത്തെ ഘട്ടത്തിൽ നടൻ 3 മണിക്ക് ഹാജരാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇന്ന് 10:30 നടൻ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഷൈനിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ആരായണമെന്ന് സംബന്ധിച്ചും പോലീസ് മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. സുധീഷ്, ഈ ഒരു ഘട്ടത്തിൽ ഡാൻസ് ഓഫ് ടീമിൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഹോട്ടലിലേക്ക് ഈ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ ഷൈൻ ഇറങ്ങി ഓടിയതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കാൻ തന്നെയല്ലേ ഈ ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യാനായി നടനെ വിളിച്ചു വരുത്തുന്നത്? മറ്റ് വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാൻ ലഭിക്കുന്നുണ്ടോ? ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ രാസലഹരി ഉണ്ടായിരുന്നോ, രാസലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടത് എന്നത് സംബന്ധിച്ച് വിശദീകരണം തേടും. അതോടൊപ്പം തന്നെയാണ് സമാന രീതിയിൽ ഇവർ നടത്തിയ നിരീക്ഷണത്തിലും മറ്റുമുള്ള കണ്ടെത്തലുകൾ, ഇയാൾ ചെയ്ത ഫോൺ കോളുകളിൽ അതിൽ രാസലഹരിയുമായിലെ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെട്ടിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളിലെല്ലാം കൃത്യമായ ചോദ്യം ചെയ്യലുണ്ടാകും. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള യാത്രകൾ. അത് ഇതിനിടയിൽ കാണാമെന്ന 6 ഹോട്ടലുകളിൽ അടുത്തിടെ ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്നു. ഈ 6 ഹോട്ടലുകളിലും കാണാനെത്തിയവരെക്കുറിച്ചുള്ള വിവരം, കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹോട്ടലുകളിൽ നിന്നെല്ലാം CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി എല്ലാം പശ്ചാത്തലത്തിൽ അത്തരം തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെയാവും ചോദ്യം ചെയ്യുന്നത്. അത്തരം ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് ഷൈൻ ടോം ചാക്കോയെ വിളിപ്പിച്ചിട്ടുള്ളത്. അതിപ്പോൾ 3 മണി എന്ന് നേരത്തെ പറഞ്ഞിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി 10:30 എത്തുമെന്ന് പറയുന്നു. എന്നാലും ഷൈൻ ടോം ചാക്കോയുടെ ഒരു രീതികളെല്ലാം വെച്ച് പൂർണ്ണമായും ഇതിനെ വിശ്വാസത്തിലെടുക്കാനും സാധിക്കുന്നതല്ല. എന്തുതന്നെയായാലും അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുമായി ഇവിടെ ഷൈൻ ടോം ചാക്കോ വരുന്നതിനായി കാത്തിരിക്കുകയാണ്. ദേവിക. ശരി സുധീഷ്, എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വരും മണിക്കൂറുകളിലും തുടരുക.